ഹലോ ഹായ് നമസ്കാരം നമസ്തേ അസ്സലാമു അലൈക്കും. ഞാൻ വീണ്ടും നിങ്ങളുടെ രാജാ സാഹിബ്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് പുതിയൊരു വിശിഷ്ടാതിഥിയാണ് മുഹമ്മദ് റഫീഖ് ഫ്രം മലപ്പുറം. അസ്സലാമു അലൈക്കും. സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ PS അല്ലേ, PS ട്രേഡിംഗ് കമ്പനി. PS എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ശരിക്കും ഫാമിലി നെയിം പറഞ്ഞാൽ എൻ്റെ ഫാമിലി നെയിം പുളിക്കലകത്ത് നിന്നാണ്. അപ്പം പുളിക്കലകത്ത് നിന്നാണ്. അപ്പം ഫാമിലി നെയിം പുളിക്കലകത്ത് അത് ഭയങ്കര ഒരു ഇൻസിഡൻ്റ് ആയി ശരിക്കും. രണ്ടും കൂടെ എങ്ങനെ കണക്ട് ചെയ്ത് വന്നതല്ലേ, അത് അൽഹംദുലില്ലാഹ് നന്നായി. അപ്പം റഫീഖ് ഇപ്പം ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 29ാമത്തെ വർഷമാണ്. 29 വർഷമായി. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്ന് ആദ്യമായിട്ട് ജോലി കയറി അറബികളുടെ ഇതിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്തത്, മലയാളികളുടെ ഇതിലല്ല. അപ്പോൾ അവിടെ കൂടെ നിന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല കഫീൽ എന്നൊക്കെ പറയുന്നത് പോലെ? ഒരിക്കലും അങ്ങനെ അത് രണ്ട് വിധത്തിൽ നമുക്ക് പറയാം. പക്ഷെ എന്നാലും കൂടുതലും നമുക്കൊരു കൂടുതൽ പ്രഷറായിരിക്കും വർക്കിൽ കൂടുതൽ ഉണ്ടാകുക. ഹൈ പ്രഷർ, അധികം നല്ല ഹൈ പ്രഷറായിരിക്കും. പക്ഷെ അത് അന്ന് ആ ഹൈ പ്രഷർ നമുക്ക് ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഒരുപാട് ഗുണം ചെയ്തെന്നും പറയാം നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു പെർഫെക്ഷൻ, നമുക്ക് അതിൻ്റെ വർക്കിൻ്റെ ഓരോ അവർ എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും, ഡിഫറെൻറ്റ് സെക്ഷനിൽ എന്നെ കൊണ്ടുപോയിട്ടിട്ട് എന്ത് ചെയ്യും, എല്ലാത്തിലും ഞാൻ കേപ്പബിൾ ആണെന്നുള്ള ഒരു അർത്ഥത്തിൽ എല്ലാ സെക്ഷനിലും കൊണ്ടുപോയിട്ട് അപ്പോൾ എല്ലാ സെക്ഷനിലും കൊണ്ടുപോയിടും ചെയ്യും. അപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്യാനും ആ മെറ്റീരിയൽസിനെ പറ്റി കൂടുതൽ അറിയാനും ഡീപ്പായിട്ട് എല്ലാ മെറ്റീരിയൽസിനെ പറ്റി അറിയാനും പഠിക്കാനും പറ്റി. ഓരോരോ നമ്മുടെ ക്ലാസ്സസ് വരുന്നത് പോലെ, ഇപ്പം സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഓരോ മെറ്റീരിയൽസിനെയും മറ്റു സംഭവങ്ങൾ എക്യുപ്മെൻസിനെയും കുറിച്ചും പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതും വളരെ ഡീപ്പായിട്ട് വളരെ ഉപകാരം. അത് ഈ 16 വർഷത്തെ ഒരു വളരെ കുറഞ്ഞ ശമ്പളമാണ്. ശരി, ഇന്നിപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു നല്ലൊരു ശമ്പളത്തിലുള്ള ഒരു ജോലിയായിട്ടാണ് നമുക്ക് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഭയങ്കര പുറത്ത് വർക്ക് ചെയ്താലും നമുക്കിതിനെ വളരെ നന്നായിട്ട് കൺസൾട്ടൻസി ഇത് ചെയ്യാൻ പറ്റുന്നുള്ള സംഭവമാണ് അല്ലേ. ആ ഒരു കടുത്ത എക്സ്പീരിയൻസ് ശരിക്കും നമ്മളെ ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത് പോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. അവിടെ ശരിക്കും എന്തായിരുന്നു പഠിച്ചിട്ട് വന്നത്? അപ്പം ജോലിക്ക് ഇവിടെ വരുമ്പം എന്തെങ്കിലും നമ്മൾ ഇത് സ്പെസിഫിക് ആയിട്ടൊരു ഇന്ന ജോലി എന്നുള്ളതാണ്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ആദ്യം ഒരു നാട്ടിൽ ഒരു ടെക്നീഷ്യൻ കൂടിയായിരുന്നു, TV വിസ സർവീസ് അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഫാദർ അയച്ച വിസ ഇവിടെ കമ്പനിയിലേക്കായിരുന്നു. പക്ഷെ അന്ന് ഫാദറോട് ഞാൻ പറഞ്ഞു ചെയ്തു, എനിക്കിങ്ങനെ ജോലിയാണല്ലോ, ഇതെല്ലാം നല്ല ജോലി എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു അന്ന്. ആ സമയത്ത് നമ്മളെ ചെറുപ്രായല്ലേ, അപ്പോൾ അത് 18 വയസ്സ് ആവണമെന്നും ഇവിടെ എത്തിക്കണം ആ സമയത്തൊക്കെ. അവിടെ തന്നെ ഇവിടെ എത്തി ആ സമയത്ത്. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഒരു പകച്ചുകൊണ്ടാണോ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടല്ലോ നമ്മൾ? തീർച്ചയായും അതാ ആ ഒരു തുടക്കത്തിൽ തീർച്ചയായും നമ്മൾ തുടക്കത്തിൽ അത് മാത്രം അത് കുറച്ച് വർഷങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു അത് നമ്മൾ കാണുക വെച്ചാൽ ഇത് ബിസിനസ്സിലേക്ക് നമ്മൾ മാറുന്ന പറഞ്ഞാൽ അത്ര ഈസി അല്ല. നമ്മൾ ഒരു സ്ഥാപനത്തിൽ വളരെ കുറഞ്ഞ ശമ്പളമുള്ളൂ, 500 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛ ശമ്പളമാണ്. ആ ശമ്പളത്തിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു നമ്മൾ ചിന്തിക്കാൻ, അതും എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലേശം വലിയ പ്ലാനുമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും അറിയാലോ. ഇപ്പം അന്നത്തെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളത്തെ ഒരു ജേർണി അനുസരിച്ച് 16 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് കാലത്തായിരുന്നു? 8 വർഷമായിട്ടുണ്ടോ? 9-9 വർഷമാണ് ഇപ്പോൾ ഈ ബിസിനസ് കയറിയിട്ട്. നമ്മുടെ ഈ സ്ഥാപനം എത്ര എണ്ണമായിട്ട് ഇതായിട്ടുണ്ട്? ഇപ്പം രണ്ടാമത്തെ ഒരു ഷോറൂം അപ്പോൾ ആയിട്ടുള്ള മാർക്കറ്റിൽ രണ്ടാമത്തെ ഷോറൂമാണ് ഇപ്പം വലിയ ഷോറൂം അപ്പോൾ ഓപ്പൺ ആവണേ. ഇവിടെ ഇപ്പം മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഓഫീസ് സമുച്ചയമാണിത്. താഴെ മറ്റേ ഔട്ട്ലെറ്റും ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് കെമിക്കൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയല്ല, ഇൻഡസ്ട്രിയൽ ടൂൾസ്, ഹാർഡ്വെയർ, പിന്നെ സേഫ്റ്റി പ്ലസ് റിഗിങ്, ഇങ്ങനത്തെ പിന്നെ ഇത് മറ്റേ ഫർണിച്ചർ ഫിറ്റിങ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു ഇൻഡസ്ട്രീസിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഏത് സാധനവും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നട്ടും ബോൾട്ടും സാമഗ്രികളെല്ലാം A to Z. അത് കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ഇല്ലാത്ത സാധനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ്, 100% ഇമ്പോർട്ടൻ്റ്.
എല്ലാ സാധനവും ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒരു ഈ സാധനം ഒരാൾ വന്നിട്ട് ഇല്ല എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അതിന് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളെ ഒരു ലിങ്ക് കറക്റ്റാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ചൈനയിലായാലും ശരി, തൈവാനായാലും ദുബൈയിലായാലും നമുക്ക് എല്ലായിടത്തും ഓൾറെഡി എല്ലാം റെഡിയാണ് എല്ലായിടത്തും. അപ്പം എല്ലാം നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനിൽ എല്ലാ സാധനങ്ങളും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും അതിന് ആക്ഷൻ നമുക്ക് ഇതുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും നമുക്ക് ആളുകൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. എത്ര പ്രാവശ്യം പോയി ചൈനയിലൊക്കെ? ചൈനയിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. 3 പ്രാവശ്യം പോയി, അത്ര പോകേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ആളുണ്ട് അവിടെ, ഉണ്ട് ആൾറെഡി സ്പോട്ടിലെല്ലാം. മലയാളി തന്നെ, നമ്മുടെ ആൾ തന്നെ ഉണ്ട് അവിടെ, ആളുണ്ട്, ജോലിക്കാരായിട്ടുണ്ട്. അതെ തീർച്ചയായും അവിടെ ഒരാളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ദുബൈയിൽ നമുക്ക് ഓഫീസുണ്ട്, പിന്നെ ഓഫീസുണ്ട്. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു തീർച്ചയായും നമ്മൾ തീർച്ചയായും അല്ലല്ല അത് കറക്റ്റായിട്ട് നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ സൗദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കറക്റ്റായിട്ട് എയിം ചെയ്യണം. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യം നമ്മളിപ്പം വരുന്ന ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ഭയങ്കര ലോക ശ്രദ്ധ ആർജിക്കുന്ന രീതിയിലുള്ള ഒരു ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിന് തക്കതായ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനകത്തുണ്ട്. നമ്മൾ പ്രൊജക്ട് മറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിയോം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്, വലിയ പ്രൊജക്റ്റ് നിയോം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് പഠിച്ചതാണ്. അതിലൊക്കെ മറ്റിൽ ഓൾറെഡി പോയിട്ടുണ്ട്. ഓൾറെഡി പോകുന്നത് നമുക്കതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആവാൻ നമുക്ക് പറ്റും. തീർച്ചയായും പക്ഷേ കൂടുതൽ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചീറ്റിങ് കുറച്ച് അതെന്ന് വെച്ചാൽ ക്യാഷ് ബാക്ക്, അതായത് നമ്മൾ അതിന് കിട്ടാനുള്ള പ്രയാസങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ കുറച്ച്. അത് ഇവിടുത്തെ ആൾക്കാരുടെ നിന്നാണോ നമ്മുടെ ആൾക്കാർ? അല്ലല്ല, അത് ടോട്ടലി ഉണ്ട്. അത് ടോട്ടലി അങ്ങനത്തെ ഒരു ഇഷ്യൂസ്. അത് ഈ റോളിങ്ങിന് നമുക്ക് പറ്റാത്തത് കൊണ്ടാണോ അതോ നമുക്ക് അവർ നമ്മൾ സ്റ്റെബിളാണോ എന്നുള്ള രീതിയിൽ? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് ഇത് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിന് മുമ്പ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ലായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് കൊറോണയുടെ മുമ്പൊക്കെ പറഞ്ഞാൽ പ്രോംപ്റ്റ് ആയിരുന്നു. അത് ടൈം ടു ടൈം പിന്നെ ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ പഠിച്ചു ഇത് നമുക്കിങ്ങനെ നിർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു. അപ്പോൾ ഇപ്പം നിങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ അപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 100,000 അല്ലെങ്കിൽ 200,000 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ഇന്ന അപ്രോച്ച് ചെയ്ത് ഇന്ത്യക്ക് സാധനം വാങ്ങിക്കും. നിങ്ങളൊക്കെ എന്നുള്ള പേയ്മെൻറ്റ് കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് 200,000 ഉണ്ടെങ്കിൽ അതിൽ ഒരു 60,000 40,000 കൊടുത്ത് അങ്ങനെ ഒരു ലെവലിലുള്ള ഒരു ചെറിയ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇവിടെ നോർമലി കാണണം. ഇപ്പോൾ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോയാൽ തന്നെ അത് ഒരുപാട് ഇഷ്യൂ, ലോങ് പ്രോസസ്സായിട്ട് അവർക്ക് ഒരുപാട് ഇതുണ്ട്. അത് കമ്പനികൾക്കായാലും അവർക്ക് നമ്മളെ ബിസിനസ് പിന്നെ നഷ്ടത്തിലാണെന്നും മറ്റുള്ള പേയ്മെൻറ്റ് കിട്ടാൻ വയ്ക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അവർക്കുണ്ട്. അത് പിന്നെ ഇപ്പം ചെക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ചെക്കിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെക്ക് നമുക്ക് പിടിക്കാൻ പറ്റും. ചെക്ക് കേസിന് അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് സഡൻ ആക്ഷൻ ഉണ്ട്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. ചെക്ക് സന്നദ്ധമർ എന്നിട്ട് ഇതുണ്ട്. അതായത് നമ്മുടെ ഒരു ഇതാണ് അത് അതുമായി തന്നെ ഭയങ്കര ചെക്കിന് അത്ര തന്നെ വാല്യൂ ഉള്ള ഒരു സംഗതിയാണ്. ഈ 2 കാര്യമാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളൊരു കേസ്. അങ്ങനെയൊക്കെ ഇതായിട്ട് പോകുന്നു. നമ്മളപ്പം ഉപ്പ എന്തായിരുന്നു ശരിക്കും നാട്ടിൽ? ഫാദർ ഇവിടെ ഉണ്ടായിരുന്നു, സൗദി ഉണ്ടായിരുന്നു. ആ സമയത്ത് പാവം ഒരു ബിസിനസ് ഇതിൽ ഒരു ഷക്ലോത്ത് പറഞ്ഞിട്ടൊരു 91 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് പണം കൊണ്ടുവന്നത് ഇല്ല, വലിയ 3 വർഷം മുമ്പ് വെച്ച്. അവരൊക്കെ നമുക്കിതിൽ തന്നിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ്? നമ്മൾ ആ സമയത്ത് തന്നെ പാവം നമുക്ക് തന്ന ഉപദേശങ്ങളൊക്കെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. അതിൻ്റെ വാല്യൂസ് ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത് അല്ലേ? നമ്മളെന്തല്ല നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് തരുന്ന ഉപദേശങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമ്മൾക്ക് എഗെയിൻസ്റ്റ് നമ്മൾ തന്നെ ഫാദറോട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ ഓരോ കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ട് പറയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ പറയുന്നത്. അപ്പം ഇന്നാണ് അതാ പറയുന്നത് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളൂ അതിൻ്റെ എക്സ്പീരിയൻസ്. മൂത്തവർ ചൊല്ലും മുതുനെല്ലി ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്നു. ഉപ്പാടെ പേരെന്തായിരുന്നു? കുഞ്ഞു മുഹമ്മദ്. അതാണ് ഈ പറഞ്ഞ സെയ്ദലവി. അതെ. അദ്ദേഹം ഇവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? പുള്ളിക്കാരൻ ഏകദേശം 10 വർഷത്തോളം ഉണ്ടായിരുന്നു. 10 വർഷം. ഉമ്മ നാട്ടിലുണ്ട്. ഇപ്പോൾ ഇവിടെ വരാറുണ്ടോ ഇടയ്ക്കൊക്കെ? വന്നിരുന്നു. മുമ്പുണ്ടായിരുന്നു. ഫാദറോടുള്ള സമയത്ത് ഇവിടെ കുറച്ചുണ്ടായിരുന്നു.
മോനൊക്കെ വന്ന ഉംറയ്ക്കൊക്കെ പോയി ഹജ്ജൊക്കെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എത്ര പേരാണ്? നിങ്ങൾ എത്ര മെമ്പേഴ്സ്? ഞങ്ങൾ 5 ആളുണ്ട്. 5 ആള്. 5 പേരും ഇവിടെ തന്നെയാണോ? ഞാൻ 2 ആൺകുട്ടികളാണ്, 3 പെൺകുട്ടികളാണ്. ഞാൻ അനിയനുണ്ട്, അനിയൻ സാബിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട് സാബിക്ക്, സൗദിയിൽ തന്നെ. പിന്നെ ഒരു പെങ്ങളുണ്ട്, അവൾ ബഹ്റൈനിലാണ്, ബഹ്റൈൻ സെറ്റിൽഡാണ്. ഫാമിലി ആയിട്ട് അവർ 5 മക്കൾ. പിന്നെ ഒരു പെങ്ങൾ വീട്ടിലുണ്ട്. ഓക്കെ ഓക്കെ. വൈഫിൻ്റെ പേര്? സജ്ജന. വേങ്ങര എന്നാണ്. വേങ്ങര, മലപ്പുറം വേങ്ങര. വേങ്ങര. വൈഫ് സപ്പോർട്ട് ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും കൂടെ? എല്ലാവരും സപ്പോർട്ടാണ്. ജോബ് ഇതുമായിട്ടും എൻ്റെ ഓഫീസ് ജോബുമായിട്ടും എല്ലാം കണക്ഷൻ ഉണ്ടോ? അത് ഇതിനകത്തൊക്കെ പുള്ളിക്കാരി ആണോ? ഇതിനകത്ത് ഇൻചാർജായിട്ട്. ഇപ്പം നമുക്ക് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഓഫീസ് ഇത് മാത്രമാണ്, വേറെ ഓഫീസ് ഉണ്ടോ? ഓഫീസ് ഇപ്പൊ ഷോറൂം ഒന്ന് അപ്പുറത്തുള്ളൂ, പിന്നെ രണ്ടാമത്താണിത്. പിന്നെ വെയർ ഹൗസസ് ഉണ്ട്, 2 വെയർ ഹൗസ് എക്സ്ട്രാ ഉണ്ട്. നമുക്ക് വെയർ ഹൗസ് വേറെ ഉണ്ട്. പിന്നെ മെയിൻ ഷോറൂം ഇപ്പം മെയിനായിട്ട് ഓപ്പൺ ആക്കണം. ഇപ്പോൾ ഇതാണ് വലിയ ഷോറൂമായിട്ട്. ഇതാണ് വലിയ ഷോറൂം. ഇതിവിടെ ഒരു 3 ഫ്ലോറാണ്. അത് 2 ഫ്ലോർ. ലേശം ബിഗ് ബഡ്ജറ്റ് പരിപാടിയാണ്. ഇതിനകത്ത് ഞാൻ കണ്ടു, താഴെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഇത് ഫ്രഷ് ഓഫീസാണ്. റഫീഖിൻ്റെ ഇത് കോൺഫറൻസ് ഹോള്, ഇനി അപ്പുറത്ത് അങ്ങനെ പല സെപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ട്രാവലിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ട്രാവലിംഗ് നോർമൽ ഞാൻ വീക്ക്ലി 2 ഡേയ്സ് ഞാൻ ഒരു എന്തായാലും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ഒരാളാണ്. ആണല്ലേ? എവിടെയാണ് കൂടുതലും? ദുബായ് കൂടുതലും, ബഹ്റൈനും ദുബൈയാണ് കൂടുതലും. ഇപ്പം നമ്മുടെ ബിസിനസ്സിൽ ഈ കൊറോണ സംബന്ധമായ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എങ്ങനെ അത് എൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ എങ്ങനെ? അത് ശരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ്സിന്. ശരിക്കും അറൗണ്ട് നല്ലൊരു ലോസ്, 1.5 മില്യൻ്റെ അടുത്ത് ലോസ് വന്നു ആ സമയത്ത്. 1 മില്യൻ്റെ മുകളിൽ ലോസ് വന്നിരുന്നു. ബഹ്റൈൻ ഷോപ്പ് അങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം വന്നത്. വലിയ ഷോപ്പാണ്, ഇതേമാതിരി ഷോപ്പായിരുന്നു. അത് വലിയ ഷോപ്പായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം വന്നു. ഷോപ്പ് ക്ലോസ് ചെയ്തു. നിങ്ങളുടെ സ്റ്റാഫുകൾ എത്ര വേണം? ഇപ്പം നമുക്ക് പിന്നെ ഇപ്പം സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഷോപ്പിൽ ഇപ്പം ഷോപ്പിൻ്റെ ഇതിൽ 2 സൗദികളുണ്ട്. പിന്നെ 4 ഇപ്പം ലീഗലായിട്ട് ഡോക്യുമെൻ്റ് ലെവലിൽ ഇപ്പം 2 സൗദികൾ, 4 വർക്കേഴ്സ്. പിന്നെ ഇപ്പം അതല്ലാതെ 5 വർക്കേഴ്സ് ഉണ്ട്. വിജയമന്ത്രം എന്താണ്? വിജയമന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ തന്നെയാണ്. ആക്ഷനാണ് അത്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ അതായത് ഒരുപാട് ട്രബിൾ വരും. ട്രബിൾസ് നമ്മൾ മുന്നിൽ തന്നെ ഒരുപാട് കെണികളുണ്ടാവും. നമ്മൾ തിങ്ക് ചെയ്യുന്ന മാതിരി നമ്മളിപ്പോൾ ഒരു എയിം, നമ്മളൊരു എയിം ഉണ്ട്, തീർച്ചയായും നമ്മളൊരു എയിം ഉണ്ടെങ്കിലും ആ എയിമിലേക്ക് എത്താൻ അതിൻ്റെ മുന്നിലുള്ള കടമ്പകൾ അത് നമുക്ക് പക്ഷെ അതിനെപ്പറ്റി പേടിക്കാതെ നമ്മൾ മുന്നോട്ട് പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ വരുന്ന പ്രോബ്ലംസ് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെരി ഈസി. ഒരു ഫ്യൂച്ചർ വിഷൻ എന്താണ് ഇനി? നല്ലൊരു ബിസിനസ്, ഒരു നല്ല ഡെവലപ്പ് ആക്കുക, ഒരു റിമോട്ട് ആക്സസിലുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. പുതിയ തലമുറക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? നമുക്ക് ഈ വരാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനാണെങ്കിലും അങ്ങനെ വരുന്നവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കാനുള്ളൊരു കാര്യം, നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, നമ്മൾ ചെയ്ത ട്രെയിൻ ആയിട്ടുള്ള നമ്മളെ വർക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എയിം ചെയ്യുക. അതായത് അതിലേക്ക് മേലെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുക. ഇറങ്ങുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് വീഴ്ത്താൻ നോക്കിയാലും നമ്മൾ വീഴില്ല. കാര്യം പുതിയ പിള്ളേർ പഠിച്ചിറങ്ങി ഉടനെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും. ഞാൻ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ജോലി കിട്ടണം, ആ ജോലിയിലേക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. അത് നല്ലതാണോ? അവർക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവുമോ? അതല്ലെങ്കിൽ അവർ പഠിച്ച് തന്നെ നല്ലപോലെ ഇതാക്കി പ്രാക്ടിക്കലി തന്നെ വരണം? നമ്മൾ ആദ്യം എന്ത് ഫീൽഡായാലും ഏത് ഫീൽഡായാലും നമ്മൾ ആദ്യം വേണ്ട എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് കാരണം നമ്മൾ പഠിപ്പ് ഒരു വശം, എക്സ്പീരിയൻസും പഠിപ്പും തമ്മിൽ രണ്ടാണ്. അത് നമ്മളെന്താ വെച്ചാൽ ഈ നമ്മൾ കിട്ടുന്ന സ്റ്റാർട്ടിങ് ആയ എക്സ്പീരിയൻസ് അതിന് നമ്മൾ സാലറിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ നമ്മൾ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് ആ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചർക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആ പ്ലാനിങ്ങും ഇതും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാവും. പക്ഷെ അത് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഓരോ സ്റ്റെപ്പ് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് വന്നു ചേരും. അതിൻ്റെ വഴികൾ നമുക്ക് തന്നെ വരും. എനിവേ എന്തായാലും വളരെ നല്ല ഒരു പ്രൈം ടൈമിലാണ് നമ്മുടെ മുഹമ്മദ് റഫീഖിൻ്റെ ഈ ബിസിനസ് പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം PS എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ കുടുംബ പേരാണ് PS എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ എന്താണ് സേഫ്റ്റി PS ട്രേഡിംഗ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക്
ഹാർഡ്വെയർസിൻ്റെ ഇത്തരം എക്യുപ്മെൻസുകളും ഒക്കെ ഉള്ള വളരെ നല്ല രീതിയിലുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് പോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിനെല്ലാം A to Z വരെ അതിൻ്റെ കാര്യങ്ങൾക്കുള്ള ഇത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രയാണം ഗംഭീരമായിട്ട് മുന്നോട്ട് കുതിച്ച് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പടച്ചവൻ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് മുന്നോട്ട് ഹയറും ബർക്കത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.